നമ്മുടെ ഇമോഷൻസൊക്കെ അത്ര പ്യുവറാണെങ്കിലേ നമ്മൾ ഈ ലോകത്ത് സഫർ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. ഞാനും അത്തരം ഒരു വൃത്തികെട്ട സ്വഭാവത്തിനുടമയാണ് കേട്ടോ. എല്ലാത്തിനോടും ഒരു ഓവർ അറ്റാച്ച്മെൻറ്റും ഇമോഷണൽ കണക്ഷനും ഒരു ഓവർ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. സ്നേഹം മാത്രമല്ല, വെറുക്കാണെങ്കിലും ഞാൻ അതിൻ്റെ പീക്ക് ലെവലിൽ വെറുക്കുള്ളൂ. അങ്ങനെ വെറുക്കണമെങ്കിൽ ഓരോന്ന് നല്ലൊരു കൊട്ട് കിട്ടണം കേട്ടോ. ആ കൊട്ട് കിട്ടിയ 2 ദിവസം ഞാൻ കിടന്ന് കരയും ബെഡിൽ. ആ കരച്ചിലൂടെയാണ് ഞാൻ ഒരു പുതിയ ഞാനായിട്ട് മാറുക. പിന്നെ അയാൾ എൻ്റെ മനസ്സിൽ ഞാൻ വേറൊരാളായിട്ട് ചിത്രീകരിക്കും. ഞാൻ എൻ്റെ മൈൻഡിനെ മൊത്തം റീപ്രോഗ്രാം ചെയ്യും. അങ്ങനെ ക്ലിയർ ബൗണ്ടറീസ് വെച്ച് മുന്നോട്ട് പോകും. ഇങ്ങനെ ഓരോ മനുഷ്യരിടത്തും ക്ലിയർ ബൗണ്ടറീസ് വെക്കാൻ എനിക്ക് ഇവരിടത്തൊക്കെ ഓരോരോ കൊട്ട് കിട്ടണം. അങ്ങനെ ഒരു കൊട്ട് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് 2 ദിവസം ഞാൻ നല്ല കരച്ചിലും ബെഡിലായിരുന്നു. എന്തായാലും ഇപ്പം ഞാൻ ഓക്കെ ആയി തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനില്ലേ, എനിക്കൊരാളോടൊരു സ്നേഹം തോന്നും, അപ്പത്തേനും ഞാൻ എൻ്റെ വാപ്പാൻ്റെ പോലെയാണ്, എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ പോലെയാണ്, എൻ്റെ അനിയൻ്റെ പോലെയാണ്, അനിയത്തിയുടെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരൊക്കെ ഇങ്ങോട്ട് വേറൊരു സ്ഥാനത്തേക്ക് കയറ്റി വെക്കൂട്ടോ. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, ഈ ലോകത്ത് നമ്മളെ ഉമ്മാനെ പോലെയും വാപ്പാനെ പോലെയൊക്കെ ആവാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇടക്കിടക്ക് എൻ്റെ കാക്കു എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. എൻ്റെ ഈ പ്യുവർ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയൊന്നും ഓർക്കില്ല, അത് ഇല്ലയെന്ന് ഓരായിട്ട് തന്നെ തെളിയിക്കുകയാണ്. അത് നഷ്ടം അനക്കല്ല, ഓർക്കാണെന്ന് മാത്രമേ മനസ്സിലാക്കിയാൽ മതിയെന്ന് കാക്കു ഇടക്കിടക്ക് എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് പെരുന്നാളായിട്ട് ഞാൻ പഠിച്ച ഒരു ടിപ്പ്, മനസ്സമാധാനത്തിന് പഠിച്ചൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരെയും ഒരു പരിധിക്ക് അപ്പുറം നിർത്തിയാൽ മതി. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തിട്ടും കാര്യമല്ല, ഓർക്ക് ഒരു നിലവാരത്തിനനുസരിച്ച് മാത്രമേ പെരുമാറാൻ സാധിക്കൂ. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആളുകളുടെ ഓരോ വാക്കുകൾ പോലും നമുക്ക് എത്ര വിലപ്പെട്ടതാവുമെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മളെ ഒരു വിലകേടിലേക്കാണ് എത്തിക്കുക. അപ്പോൾ ഞങ്ങളിതാ പെരുന്നാളായിട്ട് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം പുറത്തിറങ്ങിയതാണ്. എങ്ങോട്ടെങ്കിലും പോകണ്ടേന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പെരിന്തൽമണ്ണ നെസ്റ്റോലാണ് എത്തിയിട്ടുള്ളത്. ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സില്ലേ ഗ്ലാമോറയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കളക്ഷൻസ് പെരുന്നാളായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇനി ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുക, അതിലൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് വീട്ടിലുണ്ട്, കഴിക്കരുത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയൊക്കെ കറങ്ങി വീട്ടിൽ വന്നപ്പോൾ മോളും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ നേരത്തെ എത്തി വിളിയോട് വിളിയായിരുന്നു, എന്താ വരാത്തത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞിട്ടുണ്ട്. മോള് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നമ്മളുടെ സ്നേഹവും നമ്മുടെ സമയവും നമ്മുടെ എനർജിയും എല്ലാം കൊടുക്കേണ്ടത് നമുക്ക് വാല്യൂ തരുന്ന മനുഷ്യന്മാർക്ക് മാത്രമാണ്.